24 ബ്രേക്കിംഗ്. പ്രളയ അഴിമതി ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ശബ്ദരേഖ AIL എന്ന് JDS മുൻ ജനറൽ സെക്രട്ടറി പാലോട് സന്തോഷ് 24-നോട്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദ സന്ദേശം അന്നേ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രിക്കും വിഷയമറിയാം. ശബ്ദ സന്ദേശം ഒറിജിനൽ അല്ലെന്ന് തെളിയിക്കാൻ കെ കൃഷ്ണൻകുട്ടിയെയും മാത്യു ടി തോമസിനെയും വെല്ലുവിളിക്കുന്നെന്നും പാലോട് സന്തോഷ് 24-നോട് പറഞ്ഞു. 2018 സംഭവിച്ച ദുരന്തം അത് മാത്യു ടി തോമസ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടി ആ അപകടം ഉണ്ടായത് മാത്യു ടി തോമസ് ശരിയായി ഇടപെടാത്തത് കൊണ്ടാണ് എന്ന് കൃഷ്ണൻകുട്ടി അന്ന് പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞ സാധനം വളരെ വ്യക്തമാണ്. കെ കൃഷ്ണൻകുട്ടിയെ വെല്ലുവിളിക്കുകയാണ്. ഇതിൽ നിന്ന് ഊരാമെന്ന് കരുതട്ട. അമിസ്ക്യൂറി റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് മാൻമെയ്ഡാണെന്ന്. മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടത്. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ കാര്യം. ഇന്നലെ മാത്യു കുഴൽനാടൻ പുറത്തു വിട്ടതെല്ലാം ഒറിജിനൽ സാധനമാണ്. തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ സമയമുള്ളൂ. ഇതിന് മറുപടി പറയേണ്ടത് കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും കൂടെ ഒരുമിച്ചിരുന്ന് ഇതിനെക്കുറിച്ച് മറുപടി പറയണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ് കുമാർ, 2018 പ്രളയം മനുഷ്യനിർമ്മിതം എന്ന് സൂചിപ്പിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാത്യു കുഴൽനാടൻ ഈ ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ഇതിൽ പ്രതിപാദിക്കുന്ന കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഇത് സംബന്ധിച്ച ആരോപണം നിഷേധിക്കുകയാണ് ചെയ്തത്. AI ആണ് ഈ ശബ്ദം എന്നായിരുന്നു കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അന്ന് ജനതാദൾ നേതാവായിരുന്ന JDS നേതാവായിരുന്ന പാലോട് സന്തോഷ്, ഇപ്പോൾ അദ്ദേഹം BJPയിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇപ്പോൾ ഈ പ്രതികരണം നടത്തിയിരിക്കുകയാണ് വിനേഷിനോട്. അത് രണ്ടുപേരുടെയും, കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിൻ്റെയും ശബ്ദമാണ് എന്നാണ് പാലോട് സന്തോഷ് പറയുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, ഈ ശബ്ദം, അതായത് ഈ ശബ്ദ സന്ദേശം കൃഷ്ണൻകുട്ടിയുടെ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. അല്ല എന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. ഏത് നിയമ നടപടി സ്വീകരിക്കാനും തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം 2018 JDSൻ്റെ, അതായത് അന്ന് ഇപ്പോൾ ISJD ആയിരുന്ന JDSൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു പാലോട് സന്തോഷ്. ഈ ഒരു കാലയളവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഡാമുകൾ തുറക്കേണ്ട സമയങ്ങളിൽ തുറക്കാതെ അതിനുശേഷം അമിതമായ വെള്ളം കെട്ടിനിന്ന ഒരു അവസ്ഥയിലാണ് തുറക്കുന്നത്. ഇത് പ്രളയത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. അതായത് കരിമണൽ ലോബിക്ക് വേണ്ടി ഏകദേശം 3000 കോടിയോളം രൂപയുടെ കരിമണൽ കുത്തിയൊലിച്ചു പോവും. അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് മാത്യു ടി തോമസ് ഇങ്ങനെ ഒരു നീക്കം നടത്തി. അതായത് ഡാമുകൾ തുറക്കേണ്ട സമയങ്ങളിൽ തുറക്കാതിരുന്നത് അതുകൊണ്ടാണ് എന്ന് തന്നെയാണ് കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ, മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഓഡിയോയിൽ പറയുന്നത്. ഇത് വളരെ കൃത്യമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഇത് മുഖ്യമന്ത്രിക്ക് അറിയാമെന്നും പറയുന്നുണ്ട്. ജനതാദളിലെ നേതാക്കളെല്ലാം തന്നെ മാത്യു ടി തോമസും അതുപോലെ തന്നെ ജോസ് തെറ്റയിലും ഉൾപ്പെടെയുള്ള ആളുകൾ, CK നാണു ഉൾപ്പെടെയുള്ള ജനതാദളിലെ നേതാക്കളെല്ലാം തന്നെ ഇത് കേട്ടതാണ്. അവർക്കെല്ലാം ഈ സംഭവം അറിയാം എന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ രണ്ടുപേരും ഇത് അല്ല എന്ന് തെളിയിക്കാൻ രണ്ടുപേരും രംഗത്ത് വരട്ടെ എന്നും പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ BJPയുടെ സംസ്ഥാന വക്താവാണ് ഈ പാലോട് സന്തോഷ്. ഇപ്പോൾ അദ്ദേഹം ജനതാദളിൽ ഉണ്ടായിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായി തന്നെ താൻ ഇടപെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്യു ടി തോമസിനും അറിയാം, കൃഷ്ണൻകുട്ടിക്കും അറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ ചിറ്റൂരിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന മുരുകദാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ വിഷയം അറിയാം എന്നും സന്തോഷ് പാലോട് പറയുന്നുണ്ട്. ദിലീപ്, വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് എസ് വിനേഷ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.